ഇതാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. ഇതിലെയാണ് ആളുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഹലോ, നമസ്കാരം. ചോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാമുണ്ടേശ്വരി ദേവിയുടെ പ്രധാന കവാടമാണ് ഈ കാണുന്നത്. ഇവിടെ മാത്രം ഒരേ ഒരു കവാടമേ ഉള്ളൂ. മലയുടെ മുകളിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കവാടം മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കവാടമാണിത്. ഉള്ളിൽ കയറാൻ പറ്റാത്തവരൊക്കെ ഇവിടെ നിന്നാണ് തൊഴുന്നത്. അതുപോലെ കുറേ സ്വാമിമാരുണ്ട്. ഓരോരോ ആഗ്രഹങ്ങളുടെ നേർച്ച കാഴ്ചകളൊക്കെ നടത്തുന്നതാണ്. ഇതാണ് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയുള്ള നീണ്ട ക്യൂ. ഇത് തുടങ്ങുന്നത് അങ്ങേ സൈഡിൽ നിന്നാണ്. ഇതിപ്പം ഇവിടെ നിൽക്കുന്നവരൊക്കെ എപ്പോൾ ദർശനം നടത്തുമെന്ന് കണ്ടറിയണം. ഇതിങ്ങനെ കിടക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലൂടെ വന്ന് വേണം ഈ ക്യൂവിലേക്ക് പ്രവേശിക്കാൻ. അപ്പോഴത്തെ ഇവിടെ ധാരാളം രഥങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുറകുവശം. ക്ഷേത്രം ആ കാണുന്ന ആ ഉള്ളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വലിയ കൊടിമരമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ക്ഷേത്രത്തിൻ്റെ കൊടിമരമാണ് ആ കാണുന്നത്. ആ സെൻട്രൽ കാണുന്നതാണ് കൊടിമരം. അതിൻ്റെ തൊട്ട് മുൻപിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കൊടിമരവും ക്ഷേത്രവുമായിട്ട് വലിയ അകലമൊന്നുമില്ല. തൊട്ടപ്പുറത്ത് തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ വലിയൊരു കമാനമാണ് ക്ഷേത്രത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മറ്റ് ചെറിയ ഉപക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. അതൊക്കെ കണ്ടതിന് ശേഷം പതിയെ പുറത്തേക്ക് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ മഹാബലീശ്വര ക്ഷേത്രം. ഇതിൻ്റെ ഉള്ളിലും ഫോട്ടോഗ്രാഫി ഒന്നും അനുവദനീയമല്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പ്രധാന ക്ഷേത്രം കാണാൻ പറ്റും. അപ്പോഴത്തെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി നമ്മൾ താഴോട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നന്ദി സ്റ്റാച്യു കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറേ ദൂരം വന്നിട്ടും ഒന്നിനെക്കുറിച്ച് ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത തന്നെ അതാണ് കേട്ടോ. കർണാടകത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ ഒരു ബോർഡ് അല്ലെങ്കിൽ കന്നഡയിലല്ലാത്ത ഒരു ഇംഗ്ലീഷിലുള്ള എഴുത്തോ ഹിന്ദിയിലുള്ള എഴുത്തോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങി കുറേ ദൂരം നടന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് സ്റ്റാച്യുവിൻ്റെ അടുത്തോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പതിയെ താഴോട്ട് പോവുകയാണ്. കുഞ്ഞി അവിടെ പാർക്കിംഗ് ഏരിയയിലാണ് ഇരിക്കുന്നത്.
ഇനി അവിടം വരെ നടന്ന് ചെല്ലുമ്പോഴത്തേനും നേരം വെളുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പതിയെ താഴോട്ട് പോവുകയാണ്. ഇതൊരു ശ്രീകൃഷ്ണൻ്റെ ഒരു ടെമ്പിളാണെന്ന് തോന്നുന്നു. അതെ, കൃഷ്ണരാധമാരുടെ ഒരു ടെമ്പിളാണ്. അപ്പോൾ വീണ്ടും നമ്മൾ താഴോട്ട് പോവുകയാണ്. താഴെ ചെന്ന് അവിടെയാണെന്നാണ് മുകളിൽ നിന്ന് പറഞ്ഞത്. ഏതായാലും പോയി നോക്കാം. ഉള്ള കാഴ്ച എൻ്റെ പൊന്നോ, ഇത് കണ്ടോ, മൈസൂർ സിറ്റിയുടെ ഒരു ഭാഗം തന്നെ നമുക്കിവിടെ നിന്നാൽ കാണാം. ഈ മലയുടെ ഒരു സൈഡിൽ വളരെ മനോഹരമായ, അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മീൻ വളർത്തുന്ന സ്ഥലമാണ് ആ കാണുന്നത്. അത് നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇത് മീനെ കൾച്ചർ ചെയ്യുന്ന ഏരിയയാണ് ആ നീല ഷെഡിൽ കാണുന്നത്. അപ്പോൾ നമ്മളിത് ഏകദേശം ആ ഭാഗത്തു നിന്നാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ടുകൂടി എത്തിയിരിക്കുകയാണ്. ഹൈവേ ആണ് താഴെ കൂടെ പോകുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴികളാണ് ഇതേണ്ട ആ കാണുന്നത്. ഈ താഴെ കാണുന്നത് നമ്മൾ കയറി വന്ന വഴിയൊക്കെയാണ്. അപ്പോൾ വീണ്ടും ഞാൻ താഴോട്ട് പോവുകയാണ്. ഇതിനെ തപ്പിയുള്ള എൻ്റെ യാത്ര തുടരുകയാണ്. കാട്ടിക്കൂടിയാണ് പോകുന്നത് കേട്ടോ. ഇത് സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ്. പക്ഷേ എന്തേരം ദൂരം ഞാനിപ്പോൾ വന്നെന്ന് തന്നെ എനിക്കറിയില്ല. ഏതായാലും ഇവിടെയാണ് നന്ദി എന്നാണ് പറഞ്ഞത്. സ്റ്റെപ്പ് ഇറങ്ങി പോകണം എന്നാണ് പറഞ്ഞത്. ഇനി അവിടെ ചെല്ലും. അങ്ങനെ നമ്മൾ നടന്ന് താഴെ എത്തിയിട്ടുണ്ട്. പണ്ട് ഈ റോഡായിരുന്നു ഉണ്ടായിരുന്നത്. ഈ റോഡിൽ കൂടിയായിരുന്നു വാഹനങ്ങളെല്ലാം പോയിരുന്നത്. അപ്പോൾ ഇവിടെ നിർത്തി മുകളിലേക്ക് വന്ന് കണ്ടത് ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഞാൻ വന്ന വഴി തന്നെയായിരുന്നു ഇത്. ഇപ്പോൾ വൺ വേ ആക്കിയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ നന്ദിയുടെ ആ രൂപത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ നന്ദിയുടെ അടുത്തേക്ക് അമ്പലത്തിൽ നിന്ന് എത്തുക. പക്ഷേ ഇപ്പോൾ ആ സ്റ്റെപ്പുകളുടെയൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട്. വീതി കൂട്ടിയിട്ടുള്ളതുകൊണ്ട് 800 സ്റ്റെപ്പുകളില്ല. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കരിങ്കൽ ശില്പമാണ് ഈ നന്ദി. അപ്പോൾ ഇത് കാണുവാനായിട്ട് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം 800 സ്റ്റെപ്പുകളില്ല എങ്കിലും അതിനോടടുത്ത് തന്നെയുള്ള 400 സ്റ്റെപ്പിൽ ഇറങ്ങിയാണ് നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം, നന്ദിയുടെ ആ വലിയ സ്റ്റാച്യു കണ്ടതിന് ശേഷം നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. കാരണം കുഞ്ഞി പാർക്കിംഗ് ഏരിയയിലാണ് ഇരിക്കുന്നത്. നമ്മളുള്ളത് സുഖവനയിലാണ്. ഇവിടുത്തെ ഹനുമാൻ ടെമ്പിളാണിത്. വളരെ വലിയൊരു ഹനുമാൻ്റെ വിഗ്രഹം ഇവിടെ മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ വളരെ മനോഹരമായ പണികളോടുകൂടിയ, ചിത്രപ്പണികളോടുകൂടിയ, കൊത്തുപണികളോടുകൂടിയ ഒരു വലിയ ക്ഷേത്രമാണിത്. പക്ഷേ തികച്ചും വ്യത്യസ്തമെന്ന് പറയട്ടെ, ഇവിടെ വരുന്ന ആളുകൾക്ക് എല്ലാം ഫ്രീയാണ്. ഇവിടുത്തെ പ്രധാന കാഴ്ച എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള, ഈ ആശ്രമത്തോടനുബന്ധിച്ചുള്ള ഒരു വലിയ ബോൺസായി ഗാർഡനും സുഖവന എന്ന പേരിൽ ഒരു വലിയ ഏവിയറിയുമാണുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടെ ആഫ്രിക്കൻ തത്തകളുടെയും പല രാജ്യങ്ങളിലെ വിവിധങ്ങളായ തത്തകളുടെ ഒരു വലിയ ശേഖരമാണുള്ളത്. ഇതാണ് ആ എൻട്രൻസ്. സുഖവന എന്നാണ് അതിൻ്റെ പേര്. അപ്പോഴത്തെ സുഖവനയിലോട്ടുള്ള എൻട്രൻസ് പോയിൻ്റാണിത്. ഇവിടെ ധാരാളം മലയാളികളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ വരുന്ന ഒരു ഏരിയയാണിത്. അപ്പോഴത്തെ ഇതാണ് സുഖവനയുടെ എൻട്രൻസ് പോയിൻ്റ്. തികച്ചും ഫ്രീ ആണ്.
വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം. പ്രത്യേകിച്ച് ഇതൊരു ആശ്രമമാണ്, അതുകൊണ്ട് നമ്മൾ അതിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അവർ പോയി കഴിഞ്ഞ് നമുക്ക് പോകാം വിചാരിക്കുന്നത്. അപ്പം മക്കാവോസിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. കയറി വരുമ്പോഴേ ഒരു സുവനീർ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പം നമ്മൾ സുഖവനയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ആ ബേർഡ് സാഞ്ചുറി, ബേർഡ് സേവിയർ. എന്താ ഇവിടെ വിവിധങ്ങളായ ശില്പങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റൊരു ലെവലിലേക്ക് ആക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇതുണ്ടോ മക്കാവോസൊക്കെ നിരന്നിരിക്കുന്നുണ്ടോ? എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് മക്കാവോസൊക്കെ ആ വാഗ്വേയിലിരിക്കുകയാണ്. കാരണം അവരുടെയൊക്കെ ഫീഡിങ്ങിൻ്റെ സമയമായി, അതിനുവേണ്ടി അവർ വന്നിരിക്കുന്നതാണ്. അങ്ങ് അകലേന്ന് പറന്നു വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഫുള്ള് മെയിൻ്റനൻസ് വർക്കുകൾ, അതായത് ശില്പങ്ങൾ കൊണ്ടുള്ള ഒരു വലിയ കേന്ദ്രം തന്നെ പണിയാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ സുഖവനയിലോട്ട് കയറുകയാണ്. രണ്ടാമത്തെ ഗേറ്റാണ്. ഇതൊക്കെ ബേഡ്സിനെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അവരുടെ ട്രീറ്റ്മെൻറ്റ് നടത്താനുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കണം. ഇതല്ലോ സെറ്റ് ചെയ്തിരിക്കുന്നു. അകത്തുനിന്നും പുറത്തുനിന്നും നെറ്റ് അടിച്ചിരിക്കുക, അതാണ് അതിൻ്റെ പ്രത്യേകത. അവരൊരു തരത്തിലും ചാടിപ്പോവല്ലേ. അകത്തുനിന്നും പുറത്തുനിന്നും നെറ്റ് അടിച്ചിട്ട് അത് പൈപ്പിലോട്ട് ചേർത്തടിച്ചിരിക്കുകയാണ്. അപ്പത്തെ നമ്മൾ വന്ന് സുഖവനയിലേക്ക് കയറുകയാണ്. എൻ്റെ അടുത്ത വശത്ത് നിറയെ ചെമ്മരിയാടുകളായിട്ട് വരുന്ന ഒരു കൂട്ടറെ കാണും. ചെമ്മരിയാടും കോലാടുമാണുള്ളത്. ചെമ്മരിയാട് ഇഷ്ടം പോലെയാണ്. കോലാടാണ്, കോലാടിൻ്റെ ഇടയിൽ ചെമ്മരിയാട്, എല്ലാം മിക്സാണ്. ഒരു ഇടയനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട്. ആട്ടിൻകൂട്ടത്തെ കണ്ടു. വൈകുന്നേരത്തെ തീറ്റയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ വരുന്ന വഴിയാണ്. കളിച്ച് കൃഷിസ്ഥലത്തൂടെ ആളുകളെയൊക്കെ ആയിട്ട് നടക്കുന്ന ഇവിടെ. അതാണ് നമ്മൾ കാഴ്ച. ഉണ്ടല്ലോ, വളരെ മനോഹരം. ഉറക്കെ പറഞ്ഞാൽ അയാൾ കേൾക്കും. നോക്കട്ടെ, ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. എടുത്തു. ഓക്കെ. അങ്ങനെ മൈസൂരിൽ നിന്ന് യാത്ര തിരിച്ച ഞാൻ ഏകദേശം 100 കിലോമീറ്ററുകളോളം 140 കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഇപ്പോൾ കർണാടക തമിഴ്നാട് ബോർഡറിലെത്തിയിട്ടുണ്ട്. ആ കാണുന്ന മലനിരകളുടെ അപ്പുറത്ത് തമിഴ്നാടാണ്. പക്ഷേ എനിക്ക് നേരിട്ട് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല.
ഞാൻ ഊട്ടി റോഡ് പോകാമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ബന്ദിപ്പൂർ വനത്തിലൂടെ വേണം പോകാൻ. അത് ഫോറസ്റ്റുകാർ അനുവദിക്കില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കാടുള്ള ഒരു 8 കിലോമീറ്റർ കാടുള്ള ഒരു പ്രദേശത്തേക്ക് വന്നതാണ്. ഏകദേശം 140 കിലോമീറ്ററായി ഞാൻ 2 ദിവസമായിട്ട് ചവിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ആ മുമ്പിൽ കാണുന്ന ചെറിയ മലനിരകൾ കടന്ന് വേണം പോകാൻ. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന മലനിരകൾ കടന്നു പോകണമെങ്കിൽ ഞാൻ ഏകദേശം 18 കിലോമീറ്റർ കാട്ടിലൂടെ യാത്ര ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരം കൂടി പോയാൽ കാട് ഒഴിവാക്കി പോകാൻ പറ്റും. ഇവിടെയെല്ലാം തെങ്ങ് കൃഷിയൊക്കെയാണ് കേട്ടോ, മൊത്തം നല്ല കൃഷികളൊക്കെയാണ്. അപ്പുറത്തെല്ലാം തക്കാളി കൃഷിയൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ കൂടുതൽ ഇവിടെ പട്ടുനൂൽപ്പുഴു കൃഷിയാണ് കൂടുതൽ. അതുകൊണ്ട് മൾബറി ധാരാളം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, സാധാരണ ഏറ്റവും മോശമായ, കർണാടകയിൽ ഞാൻ കണ്ട ഏറ്റവും മോശമായ ഒരു ഗ്രാമീണ റോഡാണിത്. മറ്റു റോഡുകളൊക്കെ വളരെ വിശാലമാണ്. ഇതിൻ്റെ പണികൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര റിസ്ക് ഏരിയ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോഴത്തെ ഇടയന്മാരൊക്കെ ആടുകളെയൊക്കെ ആയിട്ട് മുമ്പോട്ട് വരുന്നതൊക്കെ നമ്മൾ വഴിയിൽ കണ്ടു. മുഴുവൻ കൃഷിഭൂമികളാണ്. കൃഷിഭൂമികൾ മുഴുവൻ ഇപ്പോൾ ഉഴുതുമറിച്ച് പുതിയ കൃഷികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം ഇവിടെ വരുമ്പോഴത്തേനും മുഴുവൻ നേഴ്സറികളാണ്. വലിയ മഴമറകൾ ഇട്ടിട്ട് പോളിത്തീൻ ഷെഡുകൾ വെച്ചിട്ട് അതിനുള്ളിൽ മുഴുവൻ വിത്ത് പാകി വിത്തുൽപാദനം നടക്കുന്ന ഒരു സ്ഥലങ്ങളാണ് കണ്ടത്. അതാണ് ആ വിത്തുകളാണ് കൊണ്ടുവന്ന് ഇവിടെ മുഴുവൻ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ ധാരാളം നേഴ്സറികൾ കണ്ട്, പുതിയ മാവും തോപ്പുകൾ കണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയയിലായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ പൊടി ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങ് പോന്നു. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി ചെന്നാൽ ഹൈവേയിലോട്ട് കയറാം. അപ്പോൾ ഹൈവേയിൽ ഇതൊരു ക്രോസ് റോഡാണ്. ഹൈവേ 948-നെയും 948-എയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് റോഡാണ്. അപ്പോൾ ആ ക്രോസ് റോഡിലൂടെ ഞാനിങ്ങ് പോകുന്നതാണ്. ഒരു 11 കിലോമീറ്റർ ആയിട്ട് ചവിട്ടുന്നു. അപ്പോൾ ഇനി കയറ്റമൊക്കെ ഉണ്ടായിരുന്നു, മലകളൊക്കെ കയറിയാണ് വന്നത്. അപ്പോൾ ഇനി ഒരു 3 കിലോമീറ്ററോടെ പോയാൽ നമ്മൾ ഹൈവേയിലെത്തും. ഹൈവേയിൽ എവിടെയെങ്കിലും ഓൾട്ടാവണം. അപ്പോൾ സമയം ഏകദേശം 6 മണിയായി. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്.